മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറക്കേണ്ടത് നിങ്ങളെ മനസ്സിലാക്കുന്നവൻ്റെ മുൻപിലാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പകരേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നവൻ്റെ മുൻപിലാണ്. മനുഷ്യൻ പുറമെയുള്ളത് കാണുന്നു, യഹോവയോ ഹൃദയത്തെ ശോധന ചെയ്യുന്നു, ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവം, നിങ്ങളിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഒക്കെ അറിയുന്നവനായ ഒരു ദൈവം. ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. ദൈവം സകലതും അറിയുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ പുറമെയുള്ളത് മാത്രം കാണുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തി അവർ സംസാരിക്കുന്നു. ഇന്ന് നിങ്ങളെ നോക്കി നന്നായി എന്ന് പറയുന്നു. എന്നാൽ നാളെ നിങ്ങളുടെ സാഹചര്യം മോശമാകുമ്പോൾ അതെന്തുകൊണ്ടാണ് ആ സാഹചര്യം അങ്ങനെ ആയത് എന്ന് ഉള്ളതുപോലെ അറിയാതെ പുറമേയുള്ളത് മാത്രം കണ്ട് ഇന്ന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തവർ നാളെ കുറ്റപ്പെടുത്തും. ഇന്ന് കൂടെ നിന്നവർ നാളെ നിങ്ങളെ വിട്ടകലും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന, മനസ്സിലാക്കുന്ന, അവസ്ഥകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവനുള്ളവനാണ്. നിങ്ങൾ ആ ദൈവത്തോട് സംസാരിക്കണം. അവൻ അടുത്തു വരുന്ന ദൈവമാണ്, ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്, നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ ദൈവസന്നിധിയോട് അടുത്തു വരണം. ഇന്ന് നിങ്ങൾക്കൊരു ശുഭഭാവി ഇല്ല എന്ന് ലോകം നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കുന്നവനും ഒരു ശുഭഭാവി നൽകിത്തരുന്നവനുമാണ്. ഉടഞ്ഞുപോയ പാത്രത്തെ ഒരു കുശവൻ കരങ്ങളിലെടുത്ത് പണിയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ സർവശക്തിയുള്ള ദൈവമാണ് നിങ്ങളുടെ ദൈവം. നിങ്ങൾ ഉടഞ്ഞു പോയത് കണ്ടാൽ നിങ്ങൾ എന്തുകൊണ്ട് ഉടഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് സാഹചര്യങ്ങളെ വിലയിരുത്തി കുറ്റപ്പെടുത്താനേ മനുഷ്യന് കഴിയുകയുള്ളൂ. എന്നാൽ ആ വീണെടുത്ത് നിന്ന് ഒന്ന് കരം തന്ന് ഒന്ന് പൊക്കിയെടുക്കാൻ, നിനക്ക് ഇനിയും ദീർഘദൂര യാത്രയുണ്ടെന്ന് പറയാൻ, നിനക്കൊരു നല്ല ഭാവിയുണ്ടെന്ന് പറയാൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നിൻ്റെ അവസ്ഥകളെ അറിയുന്നവനാണ് യേശു. നിനക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിൻ്റെ പാപത്തെ ചുമന്ന് ക്രൂശിൽ മരിച്ചവനാണ് യേശു. നിനക്ക് ജീവൻ നൽകിയവനാണ് യേശു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവം അവനോട് കൂടെ സകലവും നൽകിത്തരും. ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ പകരുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.